എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് സിബിൽ സ്കോർ കുറവുള്ളവർക്ക് സിബിൽ സ്കോർ കൂട്ടുവാനും അതേപോലെ തന്നെ സിബിൽ സ്കോർ കുറവാണെങ്കിലും നമുക്ക് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സിബിൽ സ്കോർ കുറവാണെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ സിബിൽ സ്കോർ ഉയർത്തിക്കൊണ്ടുവരുവാനും പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് സിബിൽ സ്കോർ കുറവുള്ളവർക്ക് സിബിൽ സ്കോർ കൂട്ടുവാനും അതേപോലെ തന്നെ സിബിൽ സ്കോർ കുറവുള്ളവർക്ക് ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. നമുക്ക് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓൺ സ്കോർ പേഴ്സണൽ ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഓൺ സ്കോർ പേഴ്സണൽ ലോൺ ആപ്പ്. ആരും അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് മറക്കരുത്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ ലഭിക്കുകയും ചെയ്യും. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ സിബിൽ സ്കോർ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പം ഇതിൽ നമുക്ക് KYC ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡും പാൻ കാർഡൊക്കെ നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ചെക്ക് എലിജിബിലിറ്റി, എത്ര ലോൺ എമൗണ്ടിന് നമ്മൾ എലിജിബിൾ ആണ് എന്നുള്ളതിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഈ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ സെലക്ട് യുവർ എമൗണ്ട്, അതായത് നമുക്ക് നമ്മളുടെ ലോൺ എമൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. അതേപോലെ തന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് KYC വെരിഫിക്കേഷനാണ്. അതേപോലെ തന്നെ KYC ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അഞ്ചാമത്തെ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ IFSC കോഡൊക്കെ നമ്മൾ കൊടുത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ എത്ര എമൗണ്ടിനാണോ അപ്ലൈ ചെയ്തത് ആ എമൗണ്ട് ഇവർ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ ഇവർ ഏകദേശം ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് നമ്മൾ 50,000 രൂപ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 12 മാസത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 13%. അതേപോലെ തന്നെ ഈ 12 മാസവും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് 4,466 രൂപയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ 4,466 ഇൻറ്റു 12 മാസത്തേക്ക് നമുക്ക് കൂട്ടുമ്പോൾ ഏകദേശം 3,592 രൂപയോളം നമുക്ക് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം നമ്മൾ ഇവരുടെ പ്രോസസ്സിംഗ് ഫീയും കാര്യങ്ങളൊക്കെ കൂടി ആകുമ്പോൾ ഏകദേശം 50,000 രൂപ എടുക്കുമ്പോൾ നമ്മൾ ഒരു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടത് 54,771 രൂപയാണ്. അപ്പോൾ അത് അത്ര വലിയ ഒരു എമൗണ്ട് ഒന്നും ആയിട്ട് വരുന്നില്ല, പലിശയും കാര്യങ്ങളൊന്നും. അപ്പോൾ നമുക്ക് സിബിൽ സ്കോർ കുറവുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ സിബിൽ സ്കോർ കുറവുള്ളവർക്ക് ഈ ലോൺ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലോണ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സിബിൽ സ്കോർ കുറവുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ലോൺ തരും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷനിൽ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലോണിന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനിൽ കയറി ലോൺ എടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ വെറുതെ കയറി ആരും ട്രൈ ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ദ്.